ഹലോ ഡിയേഴ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഹൗ ടു മേക്ക് കിഡ്സ് ഈറ്റ് വെജിറ്റബിൾസ് എന്ന് പറയുന്ന സീരീസിൻ്റെ അടുത്തൊരു എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഞാൻ എന്താ നമ്മുടെ ബാൽക്കണിയിൽ നിൽക്കുന്നതെന്നല്ലേ. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചീര ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം ചീര എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്. പക്ഷെ ചീര കഴിക്കാനായിട്ട് കുട്ടികൾ മിക്കവാറും മടി കാണിക്കാറുണ്ട് അല്ലേ. ചീര കൊണ്ടൊരു റൈസ് റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കാണുന്നതും ചീര കൊണ്ട് മറ്റൊരു റെസിപ്പിയാണ്. എന്നാൽ നമ്മൾ ഇന്ന് കാണുന്നത് നമ്മുടെ യൂഷ്വൽ കിട്ടുന്ന റെഡ് ചീര അല്ലെങ്കിൽ ഗ്രീൻ ചീര ഉപയോഗിച്ചല്ല, ഇത് പാലക് ഉപയോഗിച്ചാണ്. പാലക് ചീര ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും പാലക് എന്താണെന്നുള്ളത് അറിയാമായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്നിട്ട് തന്നെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പാലക് എന്ന് പറയുന്നത് ഞാൻ എന്താണെന്നുള്ളത് ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചീരയാണ് നമ്മൾ പാലക് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മൾ സാധാരണ വെജിറ്റബിൾ ഷോപ്സിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ തന്നെയാണ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റ്സിലും പുറത്തും ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല. ഒരു കുഞ്ഞു ഗ്രോ ബാഗ് മാത്രം മതി. ഇത് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ വളർത്താനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പാലക് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ബാൽക്കണിയിലുള്ള പാലക് തന്നെയാണ്. കാരണം പലപ്പോഴും പറയാറുള്ളത് ചീര വെറൈറ്റീസിലാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചു വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഞങ്ങളുടെ ബാൽക്കണിയിൽ തന്നെ കുറച്ച് ചീര വളർത്താറുണ്ട്. അപ്പോൾ ഈ പാലക്ക് വളർത്താനായിട്ടും വളരെ ഈസിയാണ്. ജസ്റ്റ് ഒന്ന് സോ ചെയ്യുക, അധികം മെയിൻ്റനൻസ് ഒന്നും തന്നെ ആവശ്യമില്ലാത്ത ഒരു വെജിറ്റബിളാണ് ഈ പാലക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഒരുപാട് ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ എഴുതുക. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമുക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തേത് നമ്മൾ കാണുന്നത് പാലക്ക് കൊണ്ടൊരു പൂരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ്. അതിലേക്കായിട്ട് ആദ്യം നമുക്ക് നമ്മുടെ ഗാർഡനിൽ നിന്ന് തന്നെ കുറച്ച് പാലക്ക് വെട്ടിയെടുക്കാം. അതായത് ഇപ്പോൾ ഇത്രയും മതിയാവും നമുക്ക്. പിന്നെ വീട്ടിൽ നിന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം അങ്ങനെ കഴുകി ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ടാണ് ഇത് വളർത്തുന്നത്. അപ്പോൾ ഒന്ന് ചെറുതായിട്ട് മണ്ണൊന്നും ഇല്ലാതെ കഴുകിയെടുക്കുക. എന്നിട്ട് ഇലകൾ മാത്രമായിട്ട് നമ്മുടെ മിക്സി ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചേർക്കുന്നത് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക് ചേർക്കുമ്പം വളരെയധികം ശ്രദ്ധിക്കുക. ചില കുട്ടികൾക്ക് ഒട്ടും തന്നെ എരിവ് ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ ഇത് ചേർക്കണ്ട. ഇത് പച്ചമുളകിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, ഒരു ചെറിയ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഒരു ചെറിയ സ്പൈസി ടേസ്റ്റ് ഉള്ളത് മോൾക്ക് ഇഷ്ടവുമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ചേർക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്, നിങ്ങളുടെ കുട്ടിയുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഒരല്പം വെള്ളവും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അതായത് ഹോൾ വീറ്റ് ആട്ട. നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന അല്ലെങ്കിൽ പൂരിക്ക് കുഴയ്ക്കുന്ന മാവ് തന്നെയാണ്. അതിനോടൊപ്പം നമുക്ക് ഈ അരച്ച് വെച്ച പാലക്കിൻ്റെ ആ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിയുടെ ടെക്സ്ചറിനാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ചപ്പാത്തിയുടെ അത്രയും സോഫ്റ്റ് ഡോ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ അരച്ചത് തീർന്നു കഴിഞ്ഞാൽ ജസ്റ്റ് പ്ലെയിൻ വാട്ടറും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എത്രയാണോ അത് കുഴഞ്ഞ് വരാനായിട്ട് ആവശ്യം അത്രയും ചേർത്ത് കൊടുക്കുക. പക്ഷെ ഒരുപാട് വെള്ളം ആവാനായിട്ട് പാടില്ല. കയ്യിലൊക്കെ ഒരുപാട് ഒട്ടുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കൊരല്പം എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ നന്നായിട്ട് നമുക്ക് നീഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് പരത്തിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ സാധാരണ പൂരിയൊക്കെ പരത്തുന്ന പോലെ തന്നെ ഒരു ചെറിയ ബോൾ എടുക്കുക, നന്നായിട്ടത് റോൾ ചെയ്ത ശേഷം എന്നിട്ട് ഇപ്പം പൊടിയിട്ട് നമുക്ക് ഇത് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ നമുക്ക് 2 രീതിയിൽ റോൾ ചെയ്യാം. ഞാനിവിടെ ആട്ടയുടെ പൊടി ഇട്ട് തന്നെയാണ് റോൾ ചെയ്യുന്നത്. അത് വേണ്ടെങ്കിൽ ഞാൻ വളരെ കുറച്ച് പൊടിയേ എടുക്കുന്നുള്ളൂ. എന്നാലും അത് ഇല്ലാതെയും നമുക്ക് റോൾ ചെയ്തെടുക്കാം. അതായത് കുറച്ച് എണ്ണ ഉപയോഗിച്ച് റോൾ ചെയ്യാം. ഒരുപാട് പൊടിയാവുകയാണെങ്കിൽ നമ്മൾ പൂരി വറക്കുന്ന ആ ഒരു എണ്ണയിൽ ഒരുപാട് ആ ബ്രൗൺ കളറിലുള്ള പൊടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് 2 രീതി, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് പൊടി ഇട്ടിട്ടാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാ പൂരിയും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്.
പരത്തിയെടുത്ത ശേഷം ഞാനിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ പൂരിക്കും ഒരേ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്, ഒരേ സൈസ് വരാൻ വേണ്ടിയിട്ടാണ്. അത് ഒട്ടും നിർബന്ധമില്ല. ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുമ്പം കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ്, അല്ലാതെ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് ചെയ്യാറില്ല. ഇനി ഇത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അതിലേക്കായിട്ട് ഞാനൊരൽപ്പം എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഈ പൂരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടത് പൊങ്ങി വരും. അങ്ങനെ തിരിച്ചും മറിച്ചുവിട്ട് നന്നായിട്ട് രണ്ട് സൈഡും വേകുന്ന വരെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ നമുക്ക് എല്ലാ പൂരിയും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ഞാൻ സാധാരണ മോൾക്ക് കൊടുക്കുന്നത് ഒന്നുകിൽ തൈര് കൊടുക്കും. തൈര് വളരെ ഇഷ്ടമുള്ള ഒരു ഫുഡാണ് മോൾക്ക്. അപ്പോൾ തൈര് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇത് കുറച്ചുകൂടി ന്യൂട്രീഷ്യസ് ആക്കാനായിട്ട് ചില ദിവസങ്ങളിൽ ദാൽ ഉണ്ടാക്കാറുണ്ട്. ദാലും മോൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു ഫുഡാണ്. അപ്പോൾ ദാൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റിൽ എഴുതുക. തീർച്ചയായിട്ടും നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. മോൾക്കും വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇത് കൊടുക്കുമ്പോഴത്തേക്ക് കുട്ടികൾ കഴിക്കുകയും ചെയ്യും. പാലക്കിൻ്റെ ഇൻടേക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പാലക്ക് എങ്ങനെയാണ് വളർത്തുന്നത് എന്നറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കമൻറ്റ് സെക്ഷനിൽ എഴുതുക. നമുക്ക് എന്തായാലും ആ വീഡിയോ ചെയ്യാം. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ ആണ്. മാത്രമല്ല ഈ ഒരു റെസിപ്പി അല്ല, ഒരുപാട് റെസിപ്പീസ് നമുക്ക് ഈ പാലക് ചീര കൊണ്ട് ചെയ്യാനായിട്ട് പറ്റും. കുട്ടികൾ അറിയാതെ തന്നെ വളരെ ഇഷ്ടത്തോടു കൂടി ഇത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. ബൈ.